ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്? വൈ ഡു വി ട്രാവൽ? നമ്മൾ എന്തിനാണ് ട്രാവൽ ചെയ്യുന്നത്? ശരിക്കും നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് എക്സ്പീരിയൻസസ് നമുക്ക് കിട്ടും അല്ലേ? ഈ ജസ്റ്റ് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് പുതിയ റിയാലിറ്റിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഈ ജസ്റ്റ് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നതല്ല, അല്ലെ സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവിന്റെ അപ്പുറത്തൊരു അറിവ് നമുക്ക് കിട്ടും. ഇപ്പം ഏറ്റവും കൂടുതൽ ഇപ്പം ട്രാവലിങ് അത് വലിയൊരു അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ അറിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സന്തോഷ് ജോർജ് കുളങ്ങര സാറ് പണ്ട് അല്ലെ സഞ്ചാരം എന്ന് പറയുന്ന ഒരു അത് ഒരുപാട് പണ്ടായിരുന്നു. അല്ല അങ്ങനല്ല, ഒരുപാട് പണ്ടേ തുടങ്ങിയതായിരുന്നു ഈ യൂട്യൂബും പിന്നെ വ്ളോഗിങ് ഒക്കെ വരുന്നതിന് മുന്നേ തന്നെ പുള്ളി ജസ്റ്റ് ഒരു ക്യാമറയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. അന്നൊക്കെ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ആ കാലത്ത് അവിടൊക്കെ പോയി കുറെ അവിടുത്തെ വിഷ്വൽസും ഒക്കെ തന്നെ പുള്ളി തന്നെ അതെല്ലാം ചെയ്ത് അതെ. പക്ഷെ ഇപ്പോഴെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ആ ഒരു നിലവാരം ഭയങ്കരമായിട്ട് കുറഞ്ഞ. പുള്ളിയുടെ വീഡിയോസിന്റെ നിലവാരം പുള്ളിയുടെ അല്ല, യൂട്യൂബില് വീഡിയോസ് ട്രാവൽ വ്ളോഗിങ് ഓരോ ടൈമിലും ഉള്ള രീതി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പൊ കൂടുതൽ ഇൻസ്റ്റാ ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പൊ ഇൻസ്റ്റ നമ്മൾ കാണുന്ന ലൊക്കേഷൻ ഫോട്ടോയ്ക്ക് നോക്കാനായിട്ട് ആൾക്കാർ എടുക്കാൻ പോകുന്നത്. സ്ഥലം കാണാൻ കൂടുതൽ ആ ഒരു ഫോട്ടോ എടുക്കണം, വീഡിയോ എന്താ റീൽസ് എടുക്കണം. ഓരോ നാട്ടിലും പറയുന്നോട്ട് ഈ ട്രാവലിന്റെ അല്ലെങ്കിൽ ആ പോകുന്ന ലൊക്കേഷൻ രീതി മാറിക്കൊണ്ടിരിക്കും. പിന്നെ എല്ലാരും പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് സിമിലർ ആയിട്ടുള്ള ലൊക്കേഷനിലായിരിക്കും. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കി കഴിയുമ്പോൾ മെയിൻ ആയിട്ട് പോകുന്ന ചില ലൊക്കേഷൻസ് ഉണ്ട്, അവിടെ പോകത്തുള്ളൂ. അല്ലെ അതിൽ ഉൾഗ്രാമങ്ങൾ എന്തൊക്കെ ഉണ്ട് അതൊന്നും ആരും എക്സ്പ്ലോർ ചെയ്യാൻ നോക്കത്തില്ല. അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സ്ഥലത്ത് പോവാ, എന്റെ കൂട്ടുകാരൻ അവിടെ പോയി അവൻ സ്റ്റോറി ഇട്ടു, എന്നാ എനിക്ക് അവിടെ പോയി സ്റ്റോറി ഇടുന്നു, അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എല്ലാവർക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഉൾഗ്രാമങ്ങളിൽ പോയിട്ട് അവിടുത്തെ ഓരോ കൾച്ചറും കാര്യങ്ങളും മനസ്സിലാക്കുക, എക്സ്പ്ലോർ ചെയ്യുക, ആൾക്കാരെ കുറിച്ച് ട്രാവൽ ചെയ്യുന്ന പല രീതിയിലുണ്ട്. നമ്മളിപ്പോ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരായിരുന്നു. പല ബിസിനസ് ട്രാവൽ ഉണ്ട്, അല്ലാതെ ഓരോ ഷോർട്ട് ട്രാവൽ, അങ്ങനെ ഓരോ കാര്യം ട്രാവൽ പല രീതിയിലുണ്ട്. ഈ പറഞ്ഞത് ഒരു കേസ് ഓഫ് ആൾക്കാർ മാത്രം, ബാക്കിയുള്ളവർ വരുമ്പോൾ വ്യത്യാസം വരും. അഡ്വഞ്ചർ മാത്രമായിട്ട് ആൾക്കാർ പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് മാത്രമായിട്ട് ശ്രദ്ധിച്ചു പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പം ട്രാവലിന്റെ ഒരു ഹിസ്റ്ററി പറയാനാണെങ്കിൽ, ട്രാവൽ എന്ന് പറയുന്നത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു എന്താ പറയുന്ന ഒരു അത്യാവശ്യമായ ഹ്യൂമന്റെ എക്സിസ്റ്റൻസിന് അത്യാവശ്യമായ ഒരു കാര്യമായിരുന്നു. നമുക്ക് ട്രാവൽ ചെയ്താലേ നമുക്ക് നമ്മുടെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ, റിസോഴ്സസ് ഒക്കെ നമുക്ക് ഗ്യാദർ ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളായിരുന്നു. നമ്മുടെ ചുറ്റുപാടി വരുന്ന ഓരോ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അഡാപ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ട്രാവൽ ഉണ്ടാവും. നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഒരു നൊമാഡിക്സ് നടന്നുകൊണ്ടിരുന്ന കാര്യമായിരുന്നു. പിന്നെ വൺസ് അവര് എത്തി ഈ സംഭവം അവരുടെ നെസസിറ്റി മാറി, ക്യൂരിയോസിറ്റി ആയി മാറി. അപ്പോഴാണ് ഈ ട്രാവൽ എന്നൊരു എല്ലാവരും കൺസെപ്റ്റിലോട്ട് മാറി തുടങ്ങി. പിന്നെ നമ്മളിപ്പം മെയിൻ ആയിട്ട് ഇപ്പം ഒരു ട്രാവലിംഗ് ട്രെൻഡ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയില്ലേ, അതിലെ ദുൽഖറും സണ്ണി വെയിനും മറ്റേ ബുള്ളറ്റില് ഇന്ത്യ ഫുള്ള് കറങ്ങും. അതിനെപ്പറ്റി പറഞ്ഞാൽ ഇന്ത്യ വേൾഡ് അറിയാറുണ്ടോ? ഇന്ത്യ വേൾഡ് ആ ഒരു ഫിലിമാണ് ഈ 2007 ഇറങ്ങിയ ഫിലിം. അത് അതിന് മുമ്പ് യഥാർത്ഥ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അത് പിന്നെ ഒരു ബുക്കായി, ബുക്കിൽ നിന്ന് ഇൻസ്പയർഡ് ആണ് ഫിലിമായത്. അത് കണ്ടതിന് ശേഷമാണ് ഏറ്റവും വേൾഡ് മൊത്തം ആൾക്കാർ ട്രാവലിംഗിന്റെ ഇത്രയും, അത് സോളോ ട്രാവൽ ആയിരുന്നു മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കണ്ടിട്ട് ഇഷ്ടംപോലെ സോളോ ട്രിപ്പ് പോകണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനകത്ത് ആ പടത്തിന് ലാസ്റ്റ് ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴാണ്. അതായത് ഇവിടെ രണ്ട് രീതി ആൾക്കാർ, ഒന്ന് സോളോ ആയിട്ട് പോകുന്നുണ്ട്, രണ്ട് ഈ പറഞ്ഞിട്ട് ഇതിന്റെ രണ്ടാമത്തെ സൈഡായിട്ടുള്ള ആൾക്കാർ രണ്ടുപേര് പോയാൽ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്താൽ മാത്രം നമുക്ക് ആ ഒരു എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടെന്ന് മനസ്സിലാവും. ആ രീതിയിൽ അത് ഇന്റർപ്രറ്റ് ചെയ്യായിരുന്നു. ഞാൻ പറഞ്ഞു തന്നെ ഇപ്പൊ നീലാകാശം പച്ചക്കടൽ ആ ഫിലിമില് ദുൽഖറും സണ്ണി വെയിനും ബുള്ളറ്റ് എടുത്ത് ഇന്ത്യ ഫുള്ള് കറങ്ങി. അത് പിന്നെ ഒരു ട്രെൻഡായിട്ട് മാറി. ഒരുപാട് ആൾക്കാർ ഹിമാലയത്തിൽ പോകുന്നതാണെങ്കിലും എല്ലാം സോഷ്യൽ മീഡിയയിൽ അവിടെയൊക്കെ പങ്കുവെച്ചു. അവരനെ പുതിയ ബൈക്കൊക്കെ ഹയർ ചെയ്ത് അവരനെ പോകാൻ തുടങ്ങി. അതൊരു
ക്ലബായിട്ടൊക്കെ മാറി. ഒരുപാട് ആൾക്കാർ ക്ലബ്ബ് ബേസിൽ അങ്ങനെ പോകുന്നതും ഒക്കെ. ക്ലബ് ബേസ് എനിക്കൊന്ന് പണ്ട് തൊട്ടേ ഉണ്ടെന്നുണ്ടോ, റോയൽ എൻഫീൽഡിന്റെ കഴിഞ്ഞാലും ക്ലബ് പണ്ട് ഉണ്ട്. തൊട്ടേ ഉള്ള കാര്യങ്ങൾ. പിന്നെ അതൊരു ശരിക്കും ട്രെൻഡായിട്ട് മാറിയ ആ ഒരു ഫീലിംഗ് കഴിഞ്ഞപ്പോൾ ഇപ്പൊ തൊട്ടാണ്. നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോകുന്ന ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ ഇപ്പം ലഡാക്ക് അങ്ങോട്ടൊക്കെ പോകുന്ന ഒരു ട്രെൻഡ് വന്നത് ഈ ഒരു സിനിമയ്ക്ക് ശേഷമാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് അങ്ങോട്ട് പോകുക എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. കാരണം ഈ പറഞ്ഞിട്ട് നമുക്ക് അന്നൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്തിനെ പറ്റി നമുക്ക് പുറത്തൊരാൾ പറഞ്ഞ് കേട്ടൊരു ബന്ധമുള്ളൂ. മീൻസ് നമ്മൾ മനസ്സിൽ നമ്മൾ അവിടെ പോയി കഴിയുമ്പോഴായിരിക്കും അവിടുത്തെ റിയൽ ഫാക്ട് നമുക്ക് മനസ്സിലാവും. കാശ്മീർ ആയാലും വേറെ സ്ഥലത്ത് നമ്മൾ കേട്ടൊരു അറിവ് മാത്രമേ കാണത്തുള്ളൂ. അതിപ്പം സോഷ്യൽ മീഡിയ വരുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ നല്ല നല്ല ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെ ശരിക്കും എന്താ അറിയണമെങ്കിൽ അവിടെ പോയി തന്നെ കാണണം. അല്ല അവിടുത്തെ ഈ പറഞ്ഞോട്ട് ചില ഇതിന് അല്ല മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതുപോലെ സ്ഥലം മോശമാണ്, അവിടെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നേരത്തെ ഇത്തരം പ്രശ്നം ചിലപ്പോൾ അടുത്തൊക്കെ പ്രശ്നമായിരിക്കും നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ ശരിക്കും നമ്മൾ എത്ര നല്ല സ്ഥലത്താണോ അല്ലെങ്കിൽ ചീത്ത സ്ഥലത്താണോ നിൽക്കുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ പുറമെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി നോക്കണം. ചിലപ്പോ അവിടെ ചെല്ലുമ്പോ അവിടുത്തെ സിറ്റുവേഷൻസ് കാണുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്തുമാത്രം നല്ലൊരു സ്ഥലത്തായിരിക്കും. അല്ലെങ്കിൽ തിരിച്ചായിരിക്കും. ചിലപ്പോ തിരിച്ചായിരിക്കാം, പറയാൻ പറ്റത്തില്ല. നമ്മുടെ ലൈഫിനെ പറ്റിയുള്ള ഡിഫറെന്റ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ ട്രാവൽ ചെയ്താൽ പറ്റും, അല്ല നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല. ഇപ്പൊ നമ്മുടെ ട്രാവലിന്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ആദിമകാലത്തൊക്കെ ഉണ്ടായ മനുഷ്യന്മാർ സർവൈവലിന് വേണ്ടിയിട്ടാണ് കൂടുതലും ട്രാവൽ ചെയ്തിട്ടുള്ളത്. മീൻസ് ഇപ്പൊ ഐസ് ഏജിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. ഒരു ഏരിയയിൽ അത്രയും ഫ്രോസൺ ആയിട്ടുള്ള രീതി, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക ആൾക്കാർ, ഇപ്പോൾ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു തോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത് ഇവോൾവ് ചെയ്തു. സിവിലൈസേഷൻ ഒക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പഴയ ഡിസ്നിയുടെ അറേബ്യൻ നൈറ്റ്സിനകത്തൊക്കെ കണ്ട പോലെ ട്രേഡിങ് പെർഫ്യൂംസ്, സിൽക്ക് റൂട്ടും കാര്യങ്ങളും ഒക്കെ ആ റൂട്ടുകൾ ട്രേഡിങ്ങിന് പോയിക്കൊണ്ടിരുന്നു. കാരണം പറഞ്ഞോട്ട് ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലത്തോട്ട് പറഞ്ഞ എന്താ പറയുന്നത് റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ റിസോഴ്സ് കൊണ്ടുപോകാനായിട്ട് ഏറ്റവും വലിയ വേ ആയിരുന്നു റൂട്ട് കണ്ടുപിടിക്കുക. അങ്ങനെ ആ റൂട്ട് ട്രാവൽ വന്നപ്പം ഈ പറഞ്ഞിട്ട് ഓരോരുത്തർക്കും കിട്ടിയ എല്ലാവരും കിട്ടുന്ന എക്സ്പോഷർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഉപകാരം ഉണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ ടൂറിസം, ഗ്രീക്കിലൊക്കെ ടൂറിസം എന്ന കൺസെപ്റ്റ് വന്നു തുടങ്ങിയത്. അങ്ങനെ ആൾക്കാർ കുറച്ചും കൂടെ സ്ഥലം കാണാൻ, ഈ ട്രേഡ് മാറിയിട്ട് സ്ഥലം കാണുന്ന കൺസെപ്റ്റോട്ട് വന്നു. അങ്ങനെ അവിടെ പോയി വിസിറ്റ് ചെയ്ത് കുറച്ചും കൂടെ അവർക്ക് ആ ഒരു ഇതിനെ പറ്റിയിട്ട് ബാക്കിയുള്ളത് പറയാൻ തുടങ്ങി, ആ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ടൂറിസം കൺസെപ്റ്റ് ഇവോൾവ് ചെയ്യാൻ വന്നത്. അവിടെ ശരിക്കും പണ്ട് കാലത്തൊക്കെ ഉണ്ടല്ലോ ഈ കുറെ ആൾക്കാർ ഷിപ്പിലൊക്കെ ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും ലൈറ്റ് ഒന്നും ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലത്ത് പോലും ട്രാവൽ ചെയ്തവരുണ്ട്. അവരെയൊക്കെ ശരിക്കും സമ്മതിക്കണമല്ലേ. ഇപ്പൊ ഉൾക്കടലിലൊക്കെ പോകുന്ന സമയത്ത് ഫുള്ള് ഇരുട്ടായിരിക്കത്തില്ലേ, ആ ഒരു സമയത്തൊക്കെ ട്രാവൽ ചെയ്തവരെയൊക്കെ ആൾക്കാരോട് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ എക്സ്പീരിയൻസ് പറയുമ്പോ അവര് ഇതൊക്കെ എന്തെന്ന് അല്ല, ടെക്നോളജി ഇപ്പൊ ഇത്രത്തോളം വളർന്നു. നമുക്കിപ്പോ എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോവാം, അത്യാവശ്യം ഫണ്ടുണ്ടെങ്കിൽ. പണ്ട് കാലത്തെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എത്ര വലിയ രാജാക്കന്മാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഒരിടത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കോ എവിടെയെങ്കിലും പോകണമെങ്കിൽ അവർക്കും നല്ല രീതിയിൽ പാടായിരുന്നു. എത്ര പേരങ്ങനെ മരിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. പഴയ എക്സ്പ്ലോറേഴ്സ് ഒക്കെ ഐലൻഡിൽ ചെന്ന് ഇറങ്ങാൻ നേരം അവിടുത്തെ ഈ എന്താ പറയാ ട്രൈബൽ ഗ്രൂപ്പ്സുകാര്, റെഡ് ഇന്ത്യൻസ് അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഇതുപോലെ മരിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പണ്ടത്തെ ഒരു ഇതെന്ന് പറയുമ്പോൾ ആൾക്കാർ വരുന്നത് മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാല് മറ്റു നാട്ടിൽ പോയി അവിടുത്തെ റിസോഴ്സസ് അവിടുന്ന് യൂട്ടിലൈസ് ബ്രിട്ടീഷ് നമ്മുടെ ഇന്ത്യ വന്ന് ഇവിടുത്തെ ഒരുപാട് വിലപിടിപ്പുള്ള ഒരു മെറ്റൽസും ബാക്കി കാര്യങ്ങൾ ലൂട്ട് ചെയ്യുന്നുണ്ട്. തടി വരെ നല്ല നല്ല തടികളില്ലേ, തടികൾ വരെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട്. അവിടുത്തെ പല പല സ്ട്രക്ചേഴ്സും ഒക്കെ ഇവിടുത്തെ തടികൾ കൊണ്ടുണ്ടാക്കിയത് കേട്ടിട്ടുണ്ട്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും മറ്റു രാജ്യങ്ങളിലുള്ളതാണ്. അത് അവിടുന്ന് അതൊക്കെ പറഞ്ഞിട്ട് അതിന് ട്രേഡ് തുടങ്ങിയത്. അതിനുശേഷമാണ് പറഞ്ഞിട്ട് മറ്റേ ടൂറിസം. ഫസ്റ്റ് ഇപ്പം കേരളത്തിലായി കഴിഞ്ഞാലും വാസ്കോഡ ഗാമ വന്നിട്ട് ആദ്യമേ ട്രേഡ് ചെയ്ത് ഇവിടുത്തെ സ്പൈസസ് ആയിരുന്നു. പിന്നാണ് പുള്ളി ലൂട്ട് ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും ഇതിന്റെ എല്ലാം ഒരു അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് തന്നെ. ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ശരിക്കും ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ കാര്യം പറഞ്ഞില്ലേ, പുള്ളി ശരിക്കും ഒരു ലെജൻഡ് തന്നെ. കാരണം ഒരു സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത സമയത്ത് വരെ പുള്ളിയുടെ പാഷനെ പിന്തുടർന്ന് പോയിട്ട് പല രാജ്യങ്ങളിൽ നിർത്തിയില്ല. അതെ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. അതിപ്പോ ഒരു 10-20 വീഡിയോ ഒന്നുമല്ല പുള്ളി എടുത്തേക്കുന്നത്, എത്ര വീഡിയോകള്, അത് എത്ര രാജ്യങ്ങളിൽ പോയി. അതെന്ന് പറയുന്നത് പുള്ളിക്ക് അത്രത്തോളം കാശുണ്ടായിട്ടൊന്നുമല്ല പുള്ളി പോയത്. പുള്ളി ജസ്റ്റ് സേവ് ചെയ്ത് വെച്ച തുച്ഛമായിട്ടുള്ള കാശ് കൊണ്ട് പോയി. പിന്നെ ഒരു ലോൺ എടുത്തു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് പുള്ളി ഓരോ ഇന്റർവ്യൂ.
നമ്മൾ ഈ കാണുന്നതല്ല ലോകം, ഇതിനപ്പുറം ഒരു ലോകം ഉണ്ടെന്ന് നമ്മളെല്ലാരും മലയാളികളെ ശരിക്കും ഇതല്ലൊരു ലോകം, അപ്പുറത്ത് പല പല കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, പല കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന് പുള്ളി കാണിച്ചു തന്ന പുള്ളിയാണ് ശരിക്കും. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ ഭരണത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം പുള്ളിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, പല സ്ഥലങ്ങളിൽ പോയി കണ്ടതും നല്ല നല്ല കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് മുന്നോട്ട് വരേണ്ടത്. അങ്ങനത്തെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പല സ്ഥലങ്ങൾ കണ്ടുകൊണ്ട് ആ പല സ്ഥലത്തുള്ള ടൂറിസം മീൻസ് ഇപ്പോൾ പുള്ളിക്കറിയാം, പുള്ളി തന്നെ പറഞ്ഞില്ലായിരുന്നു ഇപ്പോൾ ഒരു മീൻസ് ബലക്ഷയം ഉണ്ടായ ഒരു പാലം കേരളത്തിൽ എവിടെ, അതിനെ വേണമെങ്കിൽ ടൂറിസമായിട്ട് കൺവേർട്ട് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ ആൾക്കാരത് ചെയ്യത്തില്ല. അത് ശരിക്കും ഒരു റവന്യൂ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞു. മാത്രമല്ല ഇത്രയും എക്സ്പീരിയൻസ് ഇത്രയും രാജ്യങ്ങൾ കണ്ട ഒരാൾക്ക് മറ്റു രാജ്യങ്ങൾ നടക്കുന്നത് എന്തെന്നറിയാം. അപ്പം ഇവിടെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്താൽ എത്രത്തോളം നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് അങ്ങനെയുള്ളവർക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ത്യ നോക്കി കഴിഞ്ഞാൽ ഡെവലപ്പിംഗ്, ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ പുള്ളി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഡെവലപ്ഡ് ആണെങ്കിൽ പോലും അവിടെ ആ ഒരു ഡെവലപ്മെന്റ് കാരണം ഉണ്ടായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു ഡെവലപ്മെന്റ് ഫേസിൽ അത് വരാതിരിക്കാൻ പുള്ളിക്ക് എന്ത് ചെയ്യേണ്ട ആ ഒരു ഐഡിയ കാണുമായിരിക്കും. ഡെവലപ്പിംഗ് ഫേസിൽ തന്നെ ഇപ്പോൾ ഉള്ള നമ്മളെ പോലത്തേക്ക് ആൾക്കാർ ഇപ്പം വിദേശത്തോട്ട് പോകാൻ വേണ്ടി നോക്കുക. അതെ, അതും ഒരു ടൈപ്പ് ഓഫ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. നമ്മുടെ ചുറ്റും ജോലി ബാക്കി കാര്യങ്ങളൊന്നുമില്ല, അതിനുവേണ്ടി ഇപ്പം ജസ്റ്റ് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പുറത്തെ സ്ഥലങ്ങളിലേക്ക് അത് പറഞ്ഞിട്ട് ചിലവർക്ക് ഇപ്പം അവിടെ ഒരാളെ ഫോട്ടോ എടുക്കാം പുറത്തുനിന്ന് ഫോട്ടോ, അപ്പൊ അത് കാണുമായിരിക്കും ഓക്കെ ഇവിടുത്തെ സ്ഥലത്തിനൊക്കെ എത്ര ബെറ്റർ ആണ്, അവിടെ കാണാനായിരിക്കും എത്ര രസമായിരിക്കും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടായിരിക്കുന്ന സിറ്റുവേഷൻ വ്യത്യാസമായിരിക്കും. അത്രയും കഷ്ടപ്പെടാനുള്ള പറ്റണമെന്നില്ല. അല്ല, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നൊരു അല്ലെങ്കിൽ ഒരു ചുറ്റുപാടായിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണുന്നത്. അതാണ് ട്രാവലിംഗിന്റെ മറ്റൊരു സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന വിട്ട് അല്ലെ റീൽസ് കാണുമ്പോൾ ചുമ്മാ ട്രാവൽ ഓക്കെ നമുക്ക് കാണുമ്പോൾ ഓക്കെ ഫണ്ണാണ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്. പക്ഷെ മനസ്സമാനത്തിൽ കയറി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഉണ്ടായി കഴിയുമ്പോൾ ചിലവര് കറക്റ്റായിട്ട് പോകും, പലവരുടെയും അന്ത്യം മരണത്തിലായിരിക്കും. പലവരുടെ ട്രാവൽ പലരും ഹൈക്ക് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും ഇന്ത്യയിൽ തന്നെ അതുപോലത്തെ പല കാര്യങ്ങളുണ്ട്. ഈ ഹൈക്ക് ചെയ്ത് പോകുമ്പോൾ മാത്രമല്ല റോഡ് ട്രാവൽ ലൈഫ് കഴിഞ്ഞാലും കൂടുതൽ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് സ്നാച്ചിങ് അതുപോലത്തെ പരിപാടികൾ. നോർത്ത് ഇന്ത്യ ശരിക്കും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല എന്നാണ് കാണിക്കുന്നത്. നമ്മൾ പോയത്തോണ്ട് അറിയത്തില്ല, പോകുന്നതാണെങ്കിൽ തന്നെ നമ്മള് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻസിലൊക്കെ ഡയറക്റ്റ് പോകല്ലേ, ഇപ്പൊ ഫ്ലൈറ്റിലല്ലേ ട്രെയിനിലൊക്കെ. നമ്മള് ഗ്രാമങ്ങളൊന്നും അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാറില്ല. ഇപ്പൊ കൂടുതലും കണ്ടിട്ടുള്ളത് ട്രെയിനിൽ പോകുമ്പോ കാണുന്ന പ്രശ്നങ്ങളൊക്കെയാ. പക്ഷെ നമുക്ക് അവിടുത്തെ ട്രെയിനിലെ ആൾക്കാരുടെ ബിഹേവിയർ നമ്മള് പേടിപ്പിച്ചിട്ട് ഫണ്ട് തന്നില്ലെങ്കിൽ മരിച്ചു ആ ഒരു കൺസെപ്റ്റ് കാണാം. അവിടെ ചോദിക്കാനും പറയാൻ പോലും ആരും കാണത്തില്ല. നമ്മള് ബുക്ക് ചെയ്ത് റിസർവേഷൻ ചെയ്തു പോകുന്ന ടിക്കറ്റിൽ പോലും വേറെ ആൾക്കാർ കയറിയിരിക്കും. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും, നമ്മൾ തെറ്റ് ചെയ്ത പോലെ. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പം നമ്മള് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മള് പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടും, പുതിയ പുതിയ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അവിടെ പല സ്ഥലത്ത് പോകുമ്പം പല ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് ഫുഡുകൾ പ്രിപ്പയർ ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് അത് ആൾക്കാരെ എങ്ങനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത്. അവർ വരുമ്പം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരാളാണെന്ന് മനസ്സിലാവുമ്പോൾ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മളെ സൽക്കരിക്കുന്നത്. കാശ്മീരിലൊക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ട്. അപ്പം അവര് പറഞ്ഞിട്ട് ഡോക്യുമെന്റ് ചെയ്യാൻ അവരുടെ ആൾക്കാരെ ഡോക്യുമെന്റ് രീതിയിലെടുക്കാൻ പോകുമ്പോൾ അവർ ഓപ്പൺ അപ്പ് ആവത്തില്ല. കാരണം നമ്മുടെ ഒരു ക്യാമറ ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവത്തില്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ അങ്ങനെ റിയൽ ആയിട്ടുള്ള കണ്ടന്റ്സ് ഭയങ്കര കുറവാണ്. അപ്പൊ നമ്മളൊരു ഡോക്യുമെന്ററി രീതിയിൽ അവരുടെ അടുത്ത് ചെല്ലും അല്ലെ എന്തെങ്കിലും വീഡിയോ എടുക്കും, ആരും സമ്മതിക്കത്തൊന്നുമില്ല. പക്ഷെ നമ്മൾ അവരുടെ ഇടയിലേക്ക് ചെന്ന് ഒരു അവിടുത്തെ ഒരു സിറ്റിസൺ ഇന്ററാക്ട് ചെയ്യണ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അവരുടെ ലൈഫിലുണ്ടാകും ഓരോ ട്രാജഡീസ് ആയാലും കാരണം അവർ ഇത്ര നാൾ അവർ നടക്കുന്ന ഒരു ഇൻസിഡന്റ് കാര്യങ്ങൾ കാണുന്നതാണ്. അവർക്ക് മാത്രമേ അതിനെ പറ്റി പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ വേറൊരാളൊരു വ്ലോഗ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അയാളെ പോയിന്റ് ഫീൽ മാത്രം കിട്ടത്തുള്ളൂ. അതിലിപ്പം റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണമെന്നില്ല. ശരിക്കും അവർക്ക് തന്നെ പറയാൻ ഒരു മടിയാണ്. അതോ സത്യത്തിൽ ഇത്രയും ഓപ്പൺ ആവുന്നത് നമ്മള് മലയാളികൾ മാത്രമുള്ളതെന്ന് തോന്നുന്നു. കാരണം ഒരു യൂട്യൂബിൽ ഇപ്പൊ ഒരു എന്തെങ്കിലും കണ്ടന്റ് കുറവാണെങ്കിൽ ആൾക്കാർ നേരെ വരുന്നത് കേരളത്തിലോട്ടാ. പുറത്ത് അത് മാത്രമല്ല നമ്മുടെ അടുത്ത ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി, അവർക്ക് ഒരുപാട് വ്യൂസിനെ കിട്ടും. കുറെ ഫോറിനേഴ്സ് ആണെങ്കിലും ഇവിടെ വന്ന് നമ്മുടെ കേരളത്തിൽ വന്ന വീഡിയോ എടുത്ത് നല്ല രീതിയിൽ മില്യൺസ് ഓഫ് ഫോളോവേഴ്സ് കിട്ടിയുണ്ട് ട്രാവൽ ചെയ്ത് വന്ന്. അങ്ങനെ കുറെ ആൾക്കാർ ഇപ്പൊ വരുന്നുണ്ട് ഇവിടുത്തെ വീഡിയോസ് ഒക്കെ. അറിയപ്പെടുന്നത് ട്രാവൽ എന്ന് പറയുമ്പോൾ നമ്മള് എല്ലാരും നോർമൽ ചിന്തിക്കുന്ന പറഞ്ഞാൽ ഇതോട്ട്
ഒരു ലോങ് ഡിസ്റ്റൻസ് പോയാൽ മാത്രമേ ട്രാവൽ ആകത്തുള്ളൂ അതിലില്ല. പക്ഷെ സത്യത്തിൽ നമ്മൾ എടുക്കുന്ന ഓരോ ഞാൻ എന്റെ തൊട്ടങ്ങനെ ഓരോ ചെറിയ സ്റ്റെപ്പ്. അപ്പൊ ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യാൻ ട്രാവൽ ചെയ്യാൻ ഇത്ര ഡിസ്റ്റൻസ് വന്നു. അപ്പം ആ വരുന്ന യാത്രയ്ക്കകത്ത് ഓരോ ഇൻസിഡന്റ് ആണെന്നുണ്ടായിരുന്നു. അത് എനിക്കുണ്ടായിരിക്കുന്ന ഒരു എന്നിൽ എഫക്ട് ചെയ്തൊരു കാര്യമുണ്ട്. അതാണ് സത്യത്തിൽ ഈ ട്രാവൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കൺസെപ്റ്റ്. അല്ലാതെ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന നമുക്ക് ഓരോ കാര്യങ്ങളുണ്ട്. നമ്മള് റിയൽ ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസും അറിവും ഒന്നും ഒരു പുസ്തകത്തിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പുസ്തകം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇമാജിനേഷൻ. നമ്മൾ ഇമാജിനേഷൻ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ വരും. അത് പക്ഷെ നമ്മൾ അത് റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും അറിവും. ചിലവർക്ക് ഈ പറഞ്ഞ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരെയാണ്. അവർക്ക് ഈ പറഞ്ഞ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൂളാണ്. ഈ പറഞ്ഞ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് അതിനൊരു റിയാലിറ്റി ഇമ്പാക്ട്. പക്ഷെ ഇപ്പം അങ്ങനെ ഇപ്പം ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഇതുപോലുള്ള ഇപ്പം സന്തോഷ് ജോർജ് കുളങ്ങരെ പോലുള്ള അതുപോലെ ഉണ്ടാവും. അതായത് ഉദ്ദേശിച്ചത് ബുക്കായാലും ഇതോട്ട് വീഡിയോസ് ആണെങ്കിലും അവർക്ക് റിയാലിറ്റിയുടെ ഒരു അബ്സ്ട്രാക്ട് അത്രേ കാണുന്നുള്ളൂ. അവർ യഥാർത്ഥ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് അങ്ങനെയാണ്. ഇപ്പം നീ ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നു, നീ ഇതുവരെ നിന്റെ വണ്ടി ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു സ്ഥലത്ത് നിനക്ക് അവിടുത്തെ ഭാഷയൊന്നും അറിയത്തില്ല, പഞ്ചറായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പറ്റിയെന്ന് വിചാരിച്ചു, അത് നീ ഡീൽ ചെയ്യുന്ന രീതി അതൊക്കെ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന പുതിയ പുതിയ എക്സ്പീരിയൻസ്. മറ്റേ അമീർ ഖാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മള് എന്തൊരു കാര്യത്തിൽ ജീവിതത്തിൽ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ നമ്മള് ഇത്രയും പറഞ്ഞാൽ മതി. മീൻസ് ലൈക്ക് ഡൽഹിയിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് കന്യാകുമാരി കാശ്മീരിൽ നിന്ന് കന്യാകുമാരി പിക്ക് ചെയ്യുക എന്ന കാര്യം പറഞ്ഞു. അത്രയും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും വൈഡ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും വൈഡ് കൾച്ചേഴ്സും കാര്യങ്ങളും എല്ലാം ഉള്ളത്. ഇവിടെ വന്ന് പഠിക്കുന്ന വെച്ചാൽ പുറത്ത് പോയി പഠിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഈ രണ്ട് സ്ഥലങ്ങളും രണ്ട് എക്സ്ട്രീം. ഇവിടുന്ന് ജസ്റ്റ് തമിഴ്നാട്ടിൽ വരെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല ഡിഫറൻസ്. നമ്മളിപ്പോ ഫുഡിന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. നമ്മൾ ഇവിടെ ഇപ്പൊ സ്ഥിരം കഴിക്കുന്നില്ല മന്തി, ഷവർമ, അൽഫാമൊക്കെ, അതിൽ ബിരിയാണി പോട്ടെ. തമിഴ്നാട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ ഡിഫറെന്റ് ആയിരുന്നു. ഇവിടുത്തെ കഴിക്കുന്ന ബിരിയാണി റൈസ് അല്ലായിരിക്കും അവിടെ ചെല്ലുമ്പോ വേറെ വ്യത്യാസം. എനിക്കതിൽ കഴിച്ചതില് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്ന് വെച്ചാൽ ബോർഡർ ചിക്കൻ. തെങ്കാശി സൈഡിൽ അടിപൊളി സാധനം, കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനം തന്നെ അത്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ ഓരോരുത്തരുടെ ഓരോ ട്രാവൽ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിച്ചാല് എന്താ പറയുന്നത്? നീ തന്നെയല്ലേ പറഞ്ഞത് ടോപ്പിക്ക് പറ. എനിക്ക് അല്ല ഒറ്റ മൈൻഡ് കാണിച്ച് രാത്രിയിൽ ഹുഡിയും തേയിലയും മാത്രം മതി, ഊട്ടി പോവാന്ന് പറഞ്ഞ. അല്ല, ഞങ്ങള് എല്ലാരും കൂടെ ഒരു ഇത് തന്നെ കുട്ടിക്കാനത്ത് ഇതുപോലെ നമ്മളെല്ലാരും ഇപ്പം പോയി കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന പോലെ എല്ലാരും കാണുന്ന സ്ഥലങ്ങളിൽ പോകാനല്ല കൂടുതലും ആഗ്രഹിക്കുന്നത്. അതിന്റെ ഉള്ളിലോട്ടൊക്കെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും അങ്ങനെയൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുക, ആ ഒരു മൈൻഡിലാണ് നമ്മളെല്ലാരും പോകുന്നത്. ഞങ്ങളിതുപോലെ കുട്ടിക്കാലത്ത് പോയി മറ്റേ പാഞ്ചേമേടില്ലേ അവിടെയൊക്കെ പോയിട്ട് തിരിച്ച് അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചു ഇതുപോലെ ഇവിടെ അടുത്ത് മറ്റേ കുളിക്കാൻ വരുന്ന കുളവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. ഞങ്ങളെല്ലാരും പോകുന്നത് ഇരട്ടിയല്ല, ഒരു 7-8 പേരുണ്ടായിരുന്നു. 7-8 പേര് ആരൊക്കെയാന്ന് എനിക്ക് ഊഹിക്കാം. എന്നിട്ട് ഞങ്ങള് പോയി കഴിഞ്ഞിട്ട് അവിടെ നല്ല താഴ്ചയാ, സാധാ റോഡ്. KSRTC ഒരു ബസ്സൊക്കെ പോകുന്ന ഒരു ടൈപ്പ് റോഡാ, നല്ല ഇറക്കമാ, കുത്തനെയുള്ള ഇറക്കവും കാര്യങ്ങളൊക്കെയാ. എന്നിട്ട് അവിടുന്ന് ഒരു ചെറിയ റോഡ്, കോൺക്രീറ്റ് റോഡ്, അതെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാ, ഭയങ്കര താഴ്ചയാ. നമ്മളവിടെ കാറൊക്കെ ഇറക്കി, നല്ലൊരു അരുവിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം കുളിച്ചെല്ലാം കഴിഞ്ഞ് തിരിച്ച് കേറാൻ നോക്കിയപ്പോഴത്തേക്ക് നല്ലൊരു കയറ്റം, 8 പേര് ആ വണ്ടി. ഇത് കേറത്തില്ല, എന്ത് ചെയ്താ അവസാനം കേറി ഫുള്ള് ഫസ്റ്റ് ഗിയർ ഇട്ട് ഫുള്ള് ചവിട്ടി വെച്ച് വണ്ടി ഇങ്ങനെ ഇരച്ചരച്ചരിച്ച് കേറുക. പെട്ടെന്ന് ഞാനായിരുന്നു ഓടിച്ച്, പെട്ടെന്ന് സൈഡിൽ എന്തോ പറഞ്ഞ് എടാ അപ്പുറത്ത് നല്ല വ്യൂ. എന്റെ കണ്ണൊന്നും അങ്ങോട്ട് പോയതേ ഉള്ളൂ, കയറ്റം കയറില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു പാറ ഉണ്ടായിരുന്നു, അത് ചെന്ന് കാർ ഇടിച്ചിട്ട് ഇത് പെട്ടെന്ന് നല്ല ഇറക്കുമല്ലേ, ഇനി എനിക്ക് ബാക്കിലോട്ട് വന്നു, ഹാൻഡ് ബ്രേക്ക് അടിച്ചിട്ട് ഇറങ്ങി. പിന്നെ അവിടുന്ന് കയറ്റാൻ പെട്ട പാട്. പിന്നെ അവസാനം എല്ലാരും ഇറങ്ങി നടന്നിട്ട് ഞാനും ഒരാളും കൂടെ മാത്രം ഇരുന്ന് വണ്ടി പിന്നെ ചവിട്ടി മേളിൽ കയറ്റി. അത് ഭയങ്കര പോലീസുകാർ പറയുമല്ലോ കത്തിച്ച്, പോലീസുകാര് വരുമായിരുന്നു പുറകില്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പം എനിക്ക് ഇപ്പോൾ പോയിട്ട് എടുത്തും എല്ലായിടത്തും കിട്ടിയിട്ടുള്ളത്, ഞാൻ കൂടുതൽ അവിടുത്തെ ഫുഡിനെ എക്സ്പ്ലോർ ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത്. ഇപ്പം ചെന്നൈയിൽ പോയി കഴിഞ്ഞാൽ ചെന്നൈയിലെ ഫുഡ്, ആന്ധ്രയിൽ പോയി കഴിഞ്ഞാൽ ആന്ധ്രയിലെ ഫുഡ്. ഞാൻ മെയിനായിട്ട് ഫുഡാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്.
അന്നേരം എല്ലായിടത്തും ചില ഫുഡൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇഷ്ടമാവും, ചില ഫുഡൊന്നും നമുക്കങ്ങനെ വലിയ പിടുത്തം കാണത്തില്ല. അന്നേരം ആ ഫുഡിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മൾ അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാവുക ചെയ്യുന്നത്. ഇപ്പം ബാംഗ്ലൂർ പോയി കഴിഞ്ഞിട്ട് ഒരു എന്താ പറയുക, അവിടുത്തെ ഒരു താലി, അവിടുത്തെ ഒരു കല്യാണത്തിനുള്ള ആ ഒരു ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൊള്ളാല സംഭവം, അങ്ങനത്തെ ഒരു ഫീല് വരും നമുക്ക്. എന്നാലും മെയിനായിട്ട് എൻ്റെ അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ് മെയിനായിട്ട് ട്രാവൽ ചെയ്യുന്നത്. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ട് ഇപ്പം നമ്മൾ കോഴിക്കോട് പോയായിരുന്നു. അപ്പം അവിടെ പോയതിൻ്റെ ഒരു ചെറിയൊരു അനുഭവം, കാരണം ഇവിടുത്തെ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ശരിക്കും മനസ്സിലായ സമയമാണ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ അന്ന് രാവിലെ ഞാൻ ഇവിടുന്ന് ബസ് കയറാനായിട്ട് പത്തനംതിട്ട എന്നായിരുന്നു ഞാൻ ബസ് കയറാൻ. അപ്പം അവിടെ നിന്നപ്പോഴത്തേനെ ഞാൻ ഒരാളോട് ചോദിച്ചു, ഇത് കായംകുളത്തിന് പോകുന്ന ബസ്സാണെന്ന്. ആ പുള്ളി എന്നോട് പറഞ്ഞു, ആ ബസ്സിലെ ആളെ പറഞ്ഞു, വേണേ പോയി ഫ്രണ്ടിലെങ്ങാണ് ചോദിക്കണമെന്ന്. ഇത് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മനോഭാവമാണ് കേട്ടോ ഇങ്ങനെ. അപ്പം അന്ന് ഞാൻ കോഴിക്കോട് ചെന്നപ്പോൾ നമുക്ക് അവിടെ നമ്മൾ പുതുതായിട്ട് വരുന്ന ഒരാൾ, ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് പോകുന്നത്. അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു വഴി തെറ്റി നിൽക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുണ്ടെങ്കിലോ നമ്മുടെ അടുത്ത് വന്ന് എവിടെയാണ് പോകേണ്ടത്, അല്ലെങ്കിൽ ഈ ബസ് കയറിയാൽ മതി, ഞങ്ങൾ ഇറങ്ങുന്ന സ്റ്റോപ്പിലാണ്. അങ്ങനെ ഒരു KSRTC ബസ്സിലെ കണ്ടക്ടർ പോലും ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി ഇങ്ങോട്ട് പോയാൽ മതി എന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിട്ടുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ ആൾക്കാരുമായിട്ട് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. അതൊരു കൾച്ചറൽ ഡിഫറൻസ് തന്നെയാണ്. അല്ലാതെ ഈ റീലിൽ കാണുന്ന പോലെ ഒന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത് ചിലപ്പോ ഇവിടുത്തെ നാട്ടുകാരായിരിക്കും ചിലപ്പോ. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നമ്മൾ വേറൊരാൾ പറഞ്ഞ അറിവ് മാത്രമേ അവളെ അറിയത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴിക്കോട് പണ്ട് തൊട്ടേ ഫുഡിന് ഭയങ്കര ഹൈപ്പ് കൊടുത്തേക്കുന്ന സ്ഥലം ബിരിയാണി. അതെ, എനിക്ക് പക്ഷെ കുറച്ച് മേ ബി നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എനിക്ക് അതിനോട് എതിർപ്പുണ്ട്. ഞാൻ കോഴിക്കോട് പോയി നല്ല രീതിയിൽ ഫുഡ് എക്സ്പ്ലോർ ഞങ്ങള് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു. പക്ഷെ ഈ പറഞ്ഞ പോലെ കുറെ കടകളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നോർമൽ ഫുഡ് തന്നെ. പിന്നെ നമ്മള് വെറൈറ്റി ആയിട്ട് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങി കണ്ടുപിടിച്ചു പോകും. അതിന് നമ്മളൊരു നമ്മള് 2-3 ദിവസത്തേക്കാ പോകുന്നത്. നമ്മളൊരു ഒരാഴ്ച 2 ആഴ്ച തന്നെ അവിടെ ടൈം സ്പെൻഡ് അങ്ങനെ പോകണം. അതിനുവേണ്ടി മാത്രമായിട്ട് പോകും. നമ്മള് ഫുഡ് കഴിക്കാൻ മാത്രം അല്ലായിരുന്നല്ലോ പോയി, നമ്മള് ഫെസ്റ്റിന് പോയതാണ്. നമുക്ക് ഒരുപാട് വേറെ ഞാൻ മെയിനായിട്ട് ഈ വട്ടം കോഴിക്കോട് പോയപ്പോഴത്തേക്ക് അവിടുത്തെ മെയിനായിട്ടുള്ള മീൻസ് ഫുഡ് ഈ കടികളുണ്ടല്ലോ, ഓരോ പലഹാരങ്ങൾ, അത് കുറെ വെറൈറ്റി ട്രൈ ചെയ്ത്. മറ്റേ കല്ലുമ്മക്ക നിറച്ചത് അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. മറ്റൊരു ഓർമ്മ വന്നത് പത്തനംതിട്ട അടവി നമ്മൾ പോയതായിരുന്നു. അത് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ലൈഫില് അത് ശരിക്കും അടവി പ്രോപ്പറായിട്ടുള്ള സ്ഥലമല്ല, അവിടെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയെ, അത് കുറച്ച് ഉള്ളിലോട്ടായിരുന്നു. അടവി കഴിഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ സംബന്ധിച്ചാൽ നമ്മളെല്ലാം കയറി മേളിലെല്ലാം ക്ലൈംബ് ചെയ്ത് പറഞ്ഞത്. അങ്ങനെ കയറി എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ശ്രേയസ് കയറി വെറുതെ ഞങ്ങളെല്ലാം കുറച്ച് മേളിൽ, ബാക്കി നീ താഴെയായിരുന്നു. എല്ലാരും മേളില്ല, ശ്രേയസ് മാത്രമേ താഴെ ഉണ്ടായിരുന്നു. ശ്രേയസ് മാത്രം കയറാൻ നേരത്ത് സ്ലിപ്പായി കറക്റ്റ് മഞ്ഞുമല വോയിസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും പറ്റിയൊന്നുമില്ല, സ്ലിപ്പായി ചെറുതായിട്ടൊന്നും. പക്ഷെ ആ ഒരു ടൈമിലുണ്ടായിരുന്നു ആ ഒരു സെക്കൻഡ് മൈൻഡിലൂടെ പോകുന്നൊക്കെ തോന്നുന്നത് ഭയങ്കരമായിരുന്നു. പിന്നെ എനിക്ക് വേറൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഭയങ്കര വലിയ ട്രാവൽ ഒന്നും അല്ല, എന്നാലും ഒരു സ്ഥലത്ത് പോയതാ. ഞാൻ ശ്രേയസിനോട് ഒരു പ്രൊമോഷന്റെ ഒരു വീഡിയോ എടുക്കാൻ പോയായിരുന്നു. അത് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലം. അതിനകത്ത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകണം, പട്ടാഴി അടൂര് കഴിഞ്ഞ് അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പോയതാ. അവിടെ ചെന്ന് അവിടുത്തെ കടയിലെ ആൾക്കാരൊന്നും പ്രിപ്പയർ ആയിട്ടില്ല. അവര് പറഞ്ഞു നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ച് തിരിച്ച് കാറിനകത്ത് കയറിയപ്പോഴത്തേക്ക് ആ ഫ്രണ്ടിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, അവൻ പറഞ്ഞു ഇവിടെ അടുത്താണെങ്കിൽ നല്ലൊരു സ്ഥലമുണ്ട്, നമുക്ക് അവിടെ പോയാലും. ഞാൻ ആദ്യമേ ചോദിച്ചു കാറൊക്കെ പോവോ? ഞാൻ എന്റെ വാഗണറെ സ്ഥിരം അവിടെ പോകും അങ്ങനെയൊക്കെ പറഞ്ഞേ. ഞങ്ങൾക്ക് പോവാന്ന് വെച്ച് അവൻ ആദ്യമേ മലയാളം മേളിലെന്നാ പറഞ്ഞത്. മലയാളം മേളിൽ ഒരു പള്ളിയുണ്ട്, അവിടെ ആണെന്നാ പറഞ്ഞത്. അങ്ങനെ ഓക്കെ പോവാന്ന് വെച്ചിട്ട് നമ്മള് കാറ് എടുത്തോണ്ട് പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ നേരെ നോക്കണം, അമ്മാതിരി കയറ്റം, നല്ല കുത്തനെയുള്ള കയറ്റമാണ്. അവൻ പറഞ്ഞ് ഇതൊന്നും പ്രശ്നമില്ല, നമ്മളവിടെ എങ്ങനെയും കയറിയാൽ മതി, കയറി കഴിഞ്ഞാൽ അവിടെ ഒരു പള്ളിയുണ്ട്, അവിടെ ഇട്ട് നമുക്ക് കാറ് തിരിച്ചിട്ട് ഇറങ്ങി വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് കയറി വളമൊക്കെ കയറി മറ്റേ കുത്തനെയുള്ള കയറി പോകും. എല്ലാവർക്കും അറിയാമല്ലോ, ഇത് റോഡല്ല, ഒരു കോൺക്രീറ്റ് ഇട്ട ടൈപ്പ് ചെറിയ റോഡാണ്.
കയറി പോയി അങ്ങനെ പകുതി വഴി കഴിഞ്ഞ് 3/4 ഭാഗമായി ആയപ്പോഴത്തേക്ക് അവിടെ വലിയൊരു ഗേറ്റ് ഉണ്ട്, ക്ലോസ് ചെയ്തിട്ടേക്കുക. തിരിച്ച് നമുക്ക് ആ കയറ്റം വരാണെങ്കിൽ റിവേഴ്സ് എടുത്തിടണം. അതൊരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് ഞങ്ങളുടെ സ്വന്തം കാറില്ലായിരുന്നു, ഒരു റിലേറ്റീവിന്റെ കാറായിരുന്നു. അത് ഭയങ്കരമായിട്ട് അവിടെ പെട്ടു. ഹോണ്ട ജാസ് അത് ഭയങ്കരമായിട്ട് പെട്ടു. അത്രയും വലിയ കയറ്റം, വേറെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അത് 1 കിലോമീറ്ററിനടുത്ത് കയറ്റമായിരുന്നു. അപ്പൊ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ റിവേഴ്സ് എടുത്ത് തിരിച്ചിറങ്ങി വരണം. അങ്ങനെ ഒരു അനുഭവമായിരുന്നു. എന്നിട്ട് അവസാനം എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് റിവേഴ്സ് എടുത്ത് ഇറങ്ങി വന്നു. സാല എപ്പോഴും ട്രാവൽ ചെയ്യുന്നല്ലേ, നിനക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കാണുമല്ലോ എല്ലാ മാസവും അല്ലേ? എപ്പോഴും 3 കൂടെ എല്ലാം. അതെ, ഒരു 5 മിനിറ്റ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ കട്ടിലൊക്കെ ഉറങ്ങുന്നുണ്ടായിരിക്കും. അതാരെയോ കുത്തി അല്ല ഇപ്പം പറഞ്ഞോട്ടെ, ഞാൻ പണ്ടൊന്നും അങ്ങനെ ഓരോ യാത്ര ചെയ്ത ആളായിരുന്നു. ഇപ്പൊ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്ത് ഒരുപാടൊന്നും പോകത്തില്ല, ഒരുപാട് ദൂരമൊന്നും പോയിട്ടില്ല. അങ്ങനെ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ പോകാൻ തുടങ്ങിയത്. പോയി കഴിഞ്ഞപ്പം പറഞ്ഞോട്ട് എനിക്ക് ആദ്യമേ പറഞ്ഞിട്ട് ഇൻസ്റ്റ കാണുന്ന ഒരു സംഭവമായിരുന്നു. നമ്മൾ ഫസ്റ്റ് കാണുന്ന ഇൻസ്റ്റ, ഓക്കെ ഇത് എടുത്ത ഫോട്ടോ എടുത്താൽ നല്ലതായിരിക്കും അല്ലെ, ആ ഒരു മൈൻഡിൽ നമ്മൾ ആദ്യം പോയി തുടങ്ങി കുറച്ചാൾ കഴിയുമ്പം അവിടുത്തെ ആൾക്കാരെ ആൾക്കാരെ കണ്ടു തുടങ്ങി. അവിടുത്തെ കൾച്ചർ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് മൊത്തത്തിൽ മാറും. എനിക്കാണ് തോന്നിയത് അത് നമ്മുടെ ചിന്താഗതി മൊത്തത്തിൽ മാറിയിട്ട് കുറച്ചും കൂടെ അത് എക്സ്പ്ലോർ ചെയ്യുന്ന കൈൻഡ് ഓഫ് ആണ്. അതിൽ ഫോട്ടോ എടുക്കുന്ന കൺസെപ്റ്റ് അത് വേറെ, അവിടുത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു കൾച്ചർ കുറച്ചും കൂടെ അബ്സോർവ് ചെയ്യുന്ന രീതിയിലോട്ട് മാറി. അത് കിട്ടുമ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് ആ കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എനിക്ക് വേറെ അടുത്ത് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇതിനെപ്പറ്റി ഇതിനെപ്പറ്റി അറിയാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം വരുമ്പോൾ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു എന്തെങ്കിലും ഇൻസിഡന്റ് മതി, ആ ഇൻസിഡന്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ പല ഗുണങ്ങളുണ്ടായിട്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോവാം, കൂടുതലും നമ്മളൊരു വ്ളോഗേഴ്സിന്റെ ഒക്കെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടല്ലേ പോകുന്നത്. അപ്പോൾ അവരെന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ മിക്കവാറും ഉള്ളവരെല്ലാം ഡയറക്റ്റ് വീഡിയോ എടുക്കാനായിട്ടാണ് പോകുന്നത്. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോകുന്ന വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ നല്ല നല്ല കാര്യങ്ങളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് തന്നെ ആ സ്ഥലമായിട്ട് വലിയൊരു എക്സ്പീരിയൻസ് കാണത്തില്ല, അല്ലെങ്കിൽ ശരിക്കും ഒരു ഇന്ററാക്ഷൻ ഒന്നും വരത്തില്ല. അവർ ജസ്റ്റ് ഫുൾ ടൈം വീഡിയോ എടുക്കുക, നല്ല നല്ല കാര്യങ്ങൾ ക്യാപ്ചർ ചെയ്യുക. ശരിക്കും അവർക്ക് അവരുടെ കണ്ണുകൊണ്ട് ശരിക്കും എന്താണെന്ന് കാണാനുള്ള അവസരം അവർക്ക് അവിടെ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കാണത്തില്ല. എന്നിട്ട് ഇപ്പം വീഡിയോ എടുത്ത് കഴിഞ്ഞ് തിരിച്ച് എഡിറ്റ് ചെയ്യുക, പിന്നെ അടുത്ത വീഡിയോ എടുക്കുക. കുറെ ആൾക്കാർ അങ്ങനെ. പക്ഷെ അല്ല, ഇപ്പൊ റിയൽ ആയിട്ട് പോകുന്ന കുറെ പേരുണ്ട്. ഇപ്പം മറ്റേ ട്രാവലൊക്കെ വെച്ച് ചിത്രം എന്ന് പറയുന്നത് പുള്ളിയായിട്ടുള്ളൂ, നമ്മൾ മലയാളിയാണ്. പുള്ളിക്കാരിപ്പോൾ എനിക്ക് 3 വർഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. ജസ്റ്റ് 6000 രൂപയുടെ കയ്യിൽ ഇറങ്ങിയതെന്ന് തോന്നുന്നു. ഇപ്പം ഏകദേശം ഇന്ത്യയുടെ സൈഡ് മൊത്തം, നേപ്പാൾ സൈഡ് മൊത്തം കവർ ചെയ്ത് ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആണ്. കാരണം ഓരോ പുള്ളിയുടെ വീഡിയോ കാണാൻ നല്ല രസമാണ്. സുഹൃത്തെ വിളിച്ചൊരു വീഡിയോ, പുള്ളിയുടെ പേരെന്തായിരുന്നു? ട്രാവലൊക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ വീഡിയോ നല്ല രസമാണ്. കാരണം ഈ പറഞ്ഞിട്ട് കുറച്ചും കൂടെ ഈ എക്സ്ട്രീം അകത്തുള്ള കാര്യങ്ങളുണ്ട്. അവിടുത്തെ റിയൽ ആയിട്ടുള്ള ആൾക്കാരുടെ കുറച്ചും കൂടെ റോ ഫേസ് കാണിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ വ്ളോഗിന് വേണ്ടി രീതിയിലല്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. എടാ അതുപോലെ ഇപ്പം സ്കൂളുകളാണെങ്കിലും കോളേജിലാണെങ്കിലും ടൂറ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, പണ്ട് തൊട്ടേ ഊട്ടി, മൈസൂർ, ചിക്കമംഗളൂർ, ഗോവ. അല്ലെ സ്കൂളിൽ ഇപ്പൊ അങ്ങനെ ഊട്ടി, മൈസൂര്, കൂർഗ്, ചിക്കമംഗളൂർ ഈ ഒരു ഏരിയ മാത്രമേ പോകത്തുള്ളൂ. അത് പോകുന്ന എല്ലാം സെയിം സ്ഥലം. ചില കോളേജിൽ അവർ വ്യത്യസ്തമായിട്ടായിരുന്നു. ഇപ്പം സിഇടിയില് അവരിപ്പം കാശ്മീരിലോട്ടാ വിട്ടേക്കുന്നത്. അപ്പൊ കുറെ കൂടെ ആൾക്കാര് വെറൈറ്റി ആയിട്ടൊക്കെ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. നമ്മുടെ അടുത്ത് തന്നെ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വാഗമൺ ആണെങ്കിലും ഒക്കെ കുറെ ഇപ്പൊ നല്ല രീതി കുറെ സ്പോട്ടൊക്കെ ഉണ്ട് അവിടെ. എടാ അത് മെയിൻ ആയിട്ട് ഇപ്പം ഈ കോളേജിൽ നിന്നാലും സ്കൂളിൽ നിന്നാലും ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരാളുണ്ട്. മീൻസ് ട്രിപ്പ് കോർഡിനേറ്റർ എന്നാണ് ക്ലാസ്സിൽ നിന്നുള്ള. ആ പുള്ളി നോക്കാൻ നേരം ഇതിന് എന്തെങ്കിലും ഒരു പാളിച്ച പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ തലയിരിക്കും. നീ കാരണം അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം എന്തോ ചെയ്യും. ഓക്കെ, സാധാരണ ഇവർ ഈ ഒരു റൂട്ട് തന്നെ പിടിക്കുന്നത്, എനിക്ക് സേഫ് അതാ, പോയിട്ട് വരാം. അവരൊറ്റ മൈൻഡിലായി നമ്മളീ ദൂരെ നല്ല കൺസെപ്റ്റിൽ പറയുന്നത്. പക്ഷെ അടുത്തൊരു ഇഷ്ടംപോലെ സ്ഥലം കാണാം, നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത, അറിയാതെ പോകാത്ത സ്ഥലം ഇഷ്ടംപോലെ ആണ്. ഇപ്പൊ ഈ അടവിയില് മറ്റേ വാട്ടർഫോൾസിന്റെ കാര്യം പറയില്ലേ, അതെന്നൊക്കെ പറയാൻ ഇവിടെ വലിയ ദൂരമില്ല. നമുക്ക് പോയി വരാവുന്നേ ഉള്ളൂ. ഭയങ്കര അടുത്താ, അടിപൊളി സ്ഥലമായിരുന്നു പോയത്.
നീ പറയാൻ വന്നോ? ഞാനൊന്ന് പറഞ്ഞു ഞാൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് അപ്പം ഗോവയുടെ കാര്യം പറഞ്ഞപ്പം നമ്മൾ 5 ദിവസത്തെ അല്ല 7 ദിവസം 8 ദിവസം IV പോയി. നമ്മൾ ഒരു ദിവസം ഏതാണ്ടാ ഗോവയിൽ നിന്നത്. ഞങ്ങൾ 2 ദിവസം ഒരു ദിവസം 1.5 ദിവസം ഏതാണ്ട്. അപ്പം എൻ്റെ ഒരു കസിൻ പുള്ളിക്കാരൻ പോയായിരുന്നു ഗോവയിൽ ഒരാഴ്ച ഫുള്ള് ഗോവ. അപ്പം എന്നോട് ചോദിച്ചു, എടാ നീ എവിടെ പോയോ അവിടെ പോയോ, അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ. കാരണം എൻ്റെ അപ്പം എനിക്ക് മനസ്സിലായി ഗോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കാണേണ്ട ഒരു സ്ഥലമില്ല. നമ്മൾ പോവാണെങ്കിൽ ഒരു മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് പല ബീച്ചുകളിൽ പോയി പല കൂടുതൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഒരു ദിവസം കൊണ്ട് അവിടെ നമ്മുടെ തട്ടിച്ചും വെട്ടിച്ചും പോയ കാശ് ഒരു ദിവസം ഒരു മണിക്കൂറിനുള്ളിൽ ഒരു മണിക്കൂർ ചെന്നിറങ്ങി അങ്ങനെ ആയിരിക്കുമല്ലോ ഞാൻ ഗോവയില് 2 ദിവസം ഉണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം കോളേജിൽ നിന്ന് ബസ്സിൽ പോകുന്നത്. 2ാമത്തെ ദിവസം ഞങ്ങക്ക് ഫ്രീ ലൈഫ് ആയിരുന്നു. ഞാൻ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു ഗോവ. ഞങ്ങൾക്ക് നഖം തൊട്ട് മുടി വരെ. ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ചെന്നിറങ്ങിയപ്പോ തന്നെ കഴിഞ്ഞ കാശ് ഫുള്ള് ഗോവയിലെ ആൾക്കാർ അടിച്ചെടുക്കും. എനിക്ക് ബാഗ ബീച്ചിൽ പോയൊരു ഓർമ്മയുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്റെ പോക്കറ്റ് കാലിയായിരുന്നു. ഞങ്ങൾ അവിടുത്തെ കാര്യം പറഞ്ഞു. അതെ, അതിപ്പം അതുപോലെ തന്നെ ഈ ട്രാവലിന്റെ കാര്യം പറയുമ്പോഴാണ് നമ്മള് എവിടെ ട്രാവൽ ചെയ്താലും നമ്മള് ഒരുപാട് സ്കാം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം യാത്ര ചെയ്യാൻ. ഞങ്ങൾക്ക് ഇത് ഒരു എന്താ പറയുന്ന ഒരു എക്സ്പീരിയൻസിൽ കൂടെ മനസ്സിലായ ഒരു കാര്യം. ഈ ഒരു ട്രാവലിൽ കിട്ടിയ എക്സ്പീരിയൻസ് ആണ്. നിനക്ക് എന്ത് സ്കാമാ മനസ്സിലായത്? മസാജ് സ്കാം ആണോ? അല്ലല്ല, അങ്ങനെയല്ല, ടാറ്റൂന്റെ ഒരു സ്കാം ആയിരുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പൊ എന്റെ ഒരു 2 ഫ്രണ്ട്സ് അവന്മാര് ടാറ്റു അടിക്കാൻ കയറിയ സമയത്ത് അവര് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 100 രൂപ. ഇത് പെർമനന്റ് ഒന്നുമല്ല, ജസ്റ്റ് ടെമ്പററി. അവര് ജസ്റ്റ് ഒരു ഈർക്കിലിയുടെ കഷ്ടം കൊണ്ടിട്ട് മഷി കൊണ്ട് വരച്ചു തരും നമുക്ക്. ആദ്യമേ ഒരു പ്രിന്റ് എടുക്കും, അത് വെക്കും, വരയ്ക്കും, അങ്ങനെയാണ് പരിപാടി. അവര് പറഞ്ഞ് 100 രൂപയുള്ള ഒരു ടാറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കേറി ഇതെല്ലാം വരച്ചിട്ട് 100 രൂപയല്ലേ ഉള്ളു. അപ്പൊ നല്ല കുറച്ച് കനക്ക് വരയ്ക്കാമല്ലോ. വലിയ ടാറ്റു കയ്യിലടിച്ച് 2 പേര്. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അവര് സ്കെയില് കൊണ്ട് വന്ന് അളക്കാൻ തുടങ്ങി. എന്താ ചേട്ടാ, അതെ ഒരു സെന്റിമീറ്റർ അല്ല, ഒരു ഇഞ്ച് 100 രൂപ പറഞ്ഞു വന്നപ്പോ അത് 100 ഇഞ്ചുണ്ട്. അപ്പൊ ഊഹിക്കാല്ലോ എത്ര പൈസ ആയിരിക്കും. എന്നിട്ട് തിരിച്ചൊന്നും നമുക്ക് അവരോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. അല്ല, അപ്പോഴത്തേനും അവര് കത്തിയൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലൊക്കെ ആയി. അങ്ങനെ അതിലൊന്നും ഞാനാണ്. അങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ കുറെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ആ ടൈം നേരെ ക്യാഷ് ഇല്ലെന്ന് വിചാരിച്ചു. അവിടെ ഉണ്ടാകുന്ന ഇൻസിഡന്റ് വരും. അതെ, അല്ല അതിനുശേഷം ക്യാഷ് ഇല്ലായിരുന്നു, അതാണ് നടന്നത്. പിന്നെ നമ്മള് ഗോവയിൽ പോകുമ്പോ ശ്രേയസിനെ വിളിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി തരും. ഇപ്പൊ നമ്മള് പത്തനംതിട്ട പോകുമ്പോ ശ്രീയെ വിളിക്കുന്ന പോലെ. എന്റെ ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മാവിൻ്റെ വീട് ട്രിവാൻഡ്രത്താണ്. അങ്ങോട്ട് പോകുന്നതാണ്. ഇപ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ 2 ദിവസം അവധി കിട്ടുമ്പോഴെല്ലാം അങ്ങോട്ട് പോകുന്നതാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം അതാണ്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ 2 കസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇൻസ്റ്റയിൽ റീൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. അപ്പം നമ്മൾ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ്, ചെറിയ ചെറിയ കടകളൊക്കെ ഇൻസ്റ്റയിൽ നമ്മൾ 2 ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് ഷെയർ ചെയ്താൽ മതി. പിന്നെ എപ്പോഴും ഫുഡിനെ പറ്റിയായിരിക്കും വരുന്നത്. അപ്പോൾ ചെറിയ ചെറിയ കടകളൊക്കെ കാണുമ്പോൾ ഞാൻ ഇവന് ഷെയർ ചെയ്തിടും. എന്നിട്ട് ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ കടകളെല്ലാം ഗൂഗിൾ മാപ്പിലോ അല്ലെങ്കിൽ എങ്ങനെയും കണ്ടുപിടിച്ച് അവിടെ പോയി അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യുക. അപ്പോൾ അവർ പറയുന്നതിൻ്റെ കൂട്ട് തന്നെയാണോ എന്ന് നോക്കുക, ഇഷ്ടപ്പെടുക. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അതിനുവേണ്ടിയാണ് ഞാനും പോകുന്നത്. ഏറ്റവും കൂടുതൽ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ് ട്രിവാൻഡ്രത്ത് ഞാൻ പോകുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് KSRTCയിൽ കയറുക, ട്രിവാൻഡ്രത്തോട്ട് ഇറങ്ങുക. അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള യാത്ര എന്ന് പറഞ്ഞത്. ശരിക്കും ഈ KSRTCയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോകുന്നത് അത് വേറെ ശരിക്കും അണ്ടർറേറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതെ, ശരിക്കും അടിപൊളിയാണ്. ആൾക്കാർ അതിനെ ഭയങ്കര താത്തി കഴിച്ചിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഉണ്ട്, എന്നാലും ഇപ്പോഴും കുറവാണ് ആൾക്കാർ. ഇപ്പൊ വന്നത് നമ്മളെന്ന് പറയുമ്പോ KSRTC പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞോട്ട് അവരുടെ രീതിയിലാണ് നമുക്ക് പോകുന്നത്. നമ്മളല്ലാതെ പോകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇവിടെ നിർത്താം, എടുക്കാം. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാ എല്ലാരും പേഴ്സണലായിട്ട് പോകുന്നത്. അതിപ്പോ ഓരോ ട്രിപ്പിന്റെ ഒരു ഇതുപോലെ ഇരിക്കും. നമ്മളിപ്പോ കുറെ കൂട്ടുകാരുമായിട്ടാ പോകുന്നത്, കുറെ എക്സ്പ്ലോർ ചെയ്യണം, കാറൊക്കെ നല്ലത്. പക്ഷെ നമ്മള് 2 പേരാ പോകുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് KSRTC നമ്മൾ പോകുമ്പോ തന്നെ പല ആൾക്കാരെ നമുക്ക് കണ്ടുമുട്ടാം. ബസ്സിൽ തന്നെ വെച്ച് പരിചയപ്പെടാം. ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു സിനിമ ഇല്ലായിരുന്നു, അഡിയൂസ് അമിഗോ എന്ന് പറയുന്നത്, അല്ലെ? അതില് ആ ഒരു അവർ കാണിക്കുന്നതൊക്കെ
ഭയങ്കര നല്ല കാര്യമാണ്. കാരണം ഒരു അത്യാവശ്യം നല്ലൊരു പണക്കാരനായിട്ടുള്ള ഒരാള് ആൾക്കാരുമായിട്ടെല്ലാം താഴേക്കിടെ വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു, അവിടുന്ന് ഒരു പുതിയ പുതിയ ആൾക്കാരുമായിട്ട് കമ്പനി പുലർത്തുന്നു, എന്നിട്ട് ഫ്രണ്ട്സ് ആവുന്നു, അവര് ട്രിപ്പ് പോകുന്നു. അതൊക്കെ നല്ല ഒരു എക്സ്പീരിയൻസ്. പക്ഷെ എന്നും പറഞ്ഞ് ഭയങ്കര ഒന്നും അറിയാതെ ചിലയിടത്തൊക്കെ അങ്ങനെ പണി കിട്ടുന്നവരുണ്ട്. ഇപ്പം ഒന്നും അറിയാതെ ഇപ്പൊ ഒരാളത് പരിചയപ്പെടാൻ വന്ന് പരിചയപ്പെട്ട് അവസാനം നമ്മുടെ കയ്യിലുള്ള എല്ലാം അടിച്ചുകൊണ്ട് പോകുന്ന, അതെ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതുണ്ട്. ഇതുവരെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ന്യൂസിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന വാർത്തകളല്ലേ ഇതൊക്കെ. എനിക്ക് പക്ഷെ ബസ്സിൽ പോകുന്നതിനെക്കാട്ടി എനിക്ക് കുറച്ച് ദിവസം ട്രെയിനിൽ പോകുന്നതാണ്. ട്രെയിനിൽ വിൻഡോ സീറ്റിൽ ഇരുന്ന് പോകുന്നത് എനിക്ക് അതാ കുറച്ചുകൂടെ. എനിക്ക് ട്രെയിനിൽ പോകുമ്പോഴത്തേക്കെന്ന് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ജസ്റ്റ് കാണുന്ന എല്ലാം ഈ കാടും കുറെ വീടും മാത്രമേ ഉള്ളൂ. പക്ഷെ ബസ്സിൽ പോകുമ്പോൾ കുറെ കൂടെ നമുക്ക് ആ ഒരു സിറ്റി. അല്ലടാ, നമ്മളിപ്പം ഈ ട്രെയിനിൽ ഇപ്പം ഈ സൗത്ത് ഇന്ത്യ കഴിഞ്ഞ് നോർത്തിലോട്ട് കയറാൻ നേരത്തേക്കുള്ള വ്യൂസ് മീൻസ് ഇവിടൊക്കെ ഉള്ളൂ നമ്മളിങ്ങനെ പോകുന്നതിന് കാട്, പുഞ്ച, വയൽ, അങ്ങനെ. ആ ഒരു നോർത്ത് ഇന്ത്യയിലോട്ട്, ആ നോർത്ത് സൈഡിലോട്ട് കയറാൻ നേരത്തേക്ക് പിന്നെ നമ്മൾ ചുറ്റിനും കാണുന്നത് ഓറഞ്ച് തോട്ടങ്ങള്, അതിന്റെയൊക്കെ ഇടയ്ക്കുള്ള. അന്നേരം ആ ട്രെയിനിൽ പോകുന്നേരം നമുക്ക് ആ സ്മെല് ചെയ്യാൻ പറ്റും. അതുപോലത്തെ കുറെ എക്സ്പീരിയൻസ് മല്ലു സിംഗിന്റെ അതില് കണ്ടിട്ടില്ലേ ട്രെയിനിൽ പോകുന്ന സമയത്ത്? അതൊക്കെ അതുപോലെ എന്തോ ഇപ്പൊ ബസ് ഇപ്പം ഞാൻ ഇങ്ങനെ വരുന്ന കാര്യം കസിനോട് പറയുമ്പോൾ തന്നെ അവൻ പറയുന്ന AC ബസ് നോക്കി ബുക്ക് ചെയ്യും, AC-ക്കകത്ത് പോകും. പക്ഷെ ശരിക്കും സാധാ ഒരു KSRTC ബസ് പോകുന്ന അതിന്റെ സുഖം ഒരിക്കലും ഒരു എന്തോ നമുക്കൊരിക്കലും ഒരു AC ബസ്സിലോ അല്ലെ ലോ ഫ്ലോറിലോ അതിൽ കിട്ടത്തില്ല. നമ്മൾ ഉന്തി തള്ളി കുറച്ചു നേരം നിൽക്കുക, ചിലപ്പോൾ കൊട്ടാരക്കര വരെ നിൽക്കേണ്ടി വരും, എന്നിട്ട് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമായിരിക്കും, എന്നിട്ട് ഇരുന്ന് പാട്ടൊക്കെ കേട്ട് വരിക. അതിൽ ഒരു സുഖം റോഡ് പ്രശ്നമാണ്. അത് എന്നും പോകുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, വല്ലപ്പോഴും പോകുന്നവർക്ക് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. എറണാകുളം പോണേ കോട്ടയം വഴി എളുപ്പം. കോട്ടയം പിന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറയാൻ ടോപ്പിക്കാണ് ഒറ്റ മൈൻഡ്. ഒരുപാട് പക്ഷെ അത് സത്യത്തിൽ നല്ലൊരു കാര്യമാണ്. ഇപ്പം കൂടുതൽ ഈ ഒറ്റ മൈൻഡ് ഒക്കെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 10-11 ആകുമ്പോഴത്തേക്കാ പോകുന്നത്. മിക്കവാറും വെളുപ്പിനെ ആകുമ്പോഴത്തേക്കായിരിക്കും അല്ലേ? ഒരു ചായ കുടിക്കാനായിരിക്കും എല്ലാരെയും കൂടെ വിളിക്കുന്നത്. നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴും പിന്നെ അവിടെ പോകും. പക്ഷെ അങ്ങനെ നമ്മൾ പോയി നമ്മൾ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒരുപാട് സ്ഥലങ്ങള് ഇപ്പം രാത്രി ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോ ചായ കുടിക്കാനല്ലേ ജസ്റ്റ് തട്ടുദോശ കഴിക്കാൻ തന്നെ വെളുപ്പിനെയൊക്കെ പോയിട്ടുണ്ട് അല്ലേ? അവിടെ ശരിക്കും ആ ഒരു സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കോൺവെർസേഷൻ തന്നെ വേറെ. നമ്മൾ സംസാരിക്കുന്നത് പല കാര്യങ്ങളും സംസാരിക്കും. അതെ, പല കാര്യങ്ങളും സംസാരിക്കും. റീസെന്റ് ആയിട്ട് നമ്മളൊരു ചായ കുടിക്കാൻ പോയപ്പോ ഉണ്ടായ ഒരു കോൺവെർസേഷൻ ഓർക്കുന്നുണ്ടോ എല്ലാരും? അന്ന് നമ്മള് സിനിമ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് രണ്ടുപേര് നമ്മുടെ ഫ്രണ്ടിൽ ഭയങ്കര കോമഡി ആയിരുന്നു ആ ഒരു ടൈമില്. അതൊക്കെ തന്നെ വേറൊരു എക്സ്പീരിയൻസ്. നമുക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ അവരുടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന കഥകൾ നമ്മളോട് പറയും. അത് ഗൈസ്, ഞങ്ങളൊരു സിനിമ കാണാൻ പോയി, സെക്കൻഡ് ഷോ ആയിരുന്നു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു തട്ടുദോശ കഴിക്കാൻ കയറിയ സമയത്ത് 2 പേര് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിപ്പുണ്ട്. ഇവര് വെള്ളം അടിച്ചിട്ടിരിക്കുക ശരിക്കും. ഇവരാണെങ്കിൽ ഭയങ്കര കഥ പറച്ചില്, ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പറയും. അവരുടെ വർഷങ്ങളായിട്ടുള്ള കഥകള്, ഇന്ന് നടന്ന കഥ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുക. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാനും ശ്രേയസും ഓപ്പോസിറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്. ഞങ്ങൾ വന്നിട്ട് എടാ നീ ഇത് കേക്കണം, നിനക്കറിയാവോ, അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി ഞങ്ങളുടെ അടുത്ത്. ശരി കേട്ടാ, അങ്ങനെയല്ലേ, ഓക്കെ. അങ്ങനെ കമ്പനിയാണ് ഒരുപാട് പേരുണ്ട്. ഇഷ്ടംപോലെ ഒരു കമ്പനിയാണ്. പിന്നെ ലൈഫിൽ തന്നെ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയി മാറുന്ന എത്ര പേരുണ്ട്. നമ്മള് പല ആൾക്കാരുടെ സ്റ്റോറി വായിച്ചാലും മനസ്സിലാവുന്ന. അതെ, ഈ ഹൃദയം സിനിമയില്ലേ, ഹൃദയം സിനിമയ്ക്കകത്ത് അജി വർഗീസും മറ്റേ ശരിക്കും ഒരു ഫോട്ടോഗ്രാഫർ തപ്പി നടക്കും. പെട്ടെന്ന് പറഞ്ഞല്ലോ, ദൈവം, ഞാൻ എന്തോ മനസ്സിലാലോചിച്ചാലും ദൈവം എന്റെ മുമ്പിൽ കൊണ്ട് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഒറ്റ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആയി. ശരിക്കും ഈ ഒറ്റ മൈൻഡ് ട്രെൻഡ് ആവുന്നതിന് മുന്നേ തന്നെ ഞങ്ങള് കുറെ ഫ്രണ്ട്സ് അങ്ങനെ പോവായിരുന്നു. ആ സമയത്ത് ശരിക്കും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പേര് വന്നു മാത്രമേ ഉള്ളൂ, ബാക്കി അതിനൊരു പേര് സ്പോട്ടിൽ പ്ലാൻ ട്രാവൽ ചെയ്യാൻ പിന്നെ എളുപ്പമാണ്. പണ്ടത്തെ ആൾക്കാർ അപ്പുറം കാണിച്ചിട്ടുള്ളതായിരിക്കും. അവർക്ക് അത്ര ട്രാവൽ ബുദ്ധിമുട്ടായിട്ട് പോലും
അവര് നല്ല രീതിയിൽ അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ട്രാവലിംഗ് രീതി തന്നെ. ഇപ്പം പണ്ട് വളരെ ആദ്യ കാലങ്ങളിലൊക്കെ ഇപ്പം ബോട്ടിൽ യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഷിപ്പിൽ യാത്ര ചെയ്തായിരുന്നു തുടങ്ങിയത്. പിന്നെ ഒരു എന്താ പറയുക ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നപ്പോൾ പിന്നെ ഈ ട്രെയിന് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇപ്പം നമുക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യാൻ കാറുണ്ട്, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും യാത്ര ചെയ്യാം. നമുക്ക് നമ്മുടെ തന്നെ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യാം. യാത്ര അവരെ ഇതോട്ട് ആൾക്കാരെ പുറത്തു പറഞ്ഞിരുന്ന ഡയറി എഴുതി അല്ലെങ്കിൽ കുറച്ച് കുറിപ്പുകൾ രീതിയിലായി. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് നമ്മൾ വ്ലോഗ് ഇടാൻ തുടങ്ങി. അപ്പം ആ ഒരു പറഞ്ഞോട്ട് നമുക്ക് നേരത്തെ എക്സ്പീരിയൻസിന്റെ രീതി വ്യത്യാസം വന്നു തുടങ്ങി. എടാ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കാ ഇപ്പോഴും ശരിക്കും ആൾക്കാർ ബോട്ടിൽ ട്രാവൽ ചെയ്യുന്ന സ്ഥലമുണ്ട് നമ്മുടെ അടുത്ത് തന്നെ. അത് ശരിക്കും എന്റെ കുഞ്ഞമ്മയുടെ വീട് അവിടെ കാവാലം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ഒരുപാട് നല്ല നല്ല സിനിമകളുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. മറ്റേ പുള്ളിപ്പുളികളും ആട്ടുകുട്ടികളും പിന്നെ കുട്ടനാടൻ മാർപ്പാപ്പ ഇതൊക്കെ അവിടെ ഷൂട്ട് ചെയ്തത്. ശരിക്കും അവിടെ ഉള്ള ആൾക്കാർ ഇപ്പോഴും ബോട്ടിലാണ് ട്രാവൽ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം വൈബാ ശരിക്കും. ഇപ്പൊ കുഞ്ഞമ്മയുടെ ആ ഒരു സ്ഥലം തന്നെ മൂലേശ്ശേരി എന്നാ പറയുന്നത്. അവിടുന്ന് അവിടെ ഒരു അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ പോകുന്നതൊക്കെ ബോട്ടിലാണ്. ശരിക്കും വൈ ഡു വി ട്രാവൽ? ഇപ്പം ശരിക്കും എന്റെ ഒരു കൺസെപ്റ്റില് ട്രാവൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അകത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളെ നമുക്ക് മെയിനായിട്ട് അറിയത്തുള്ളൂ. അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ സ്ഥിരം കാണുന്നവര് അവരുടെ ആ ഒരു കാര്യങ്ങൾ നമുക്കറിയത്തുള്ളൂ. പക്ഷെ അതിന്റെ പുറത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ട്രാവൽ ഈ ചില ആൾക്കാരോട് സംസാരിക്കാൻ നേരം നമുക്ക് മനസ്സിലാവും നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പ്രശ്നം ഒന്നുമില്ലായിരിക്കും അവരുടെ വെച്ചിട്ട് നോക്കാൻ നേരം. എനിക്കിപ്പോ ഡിപ്രഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരാൾ അല്ലെ ഒരാൾക്ക് ഡിപ്രഷൻ വന്ന് അതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം കാരണമായിരിക്കുമല്ലോ. അയാളെ സംബന്ധിച്ച് അയാൾ നോക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അത് അയാളെ അത്രത്തോളം അഫക്ട് ചെയ്ത് അങ്ങനെ ആയിരിക്കും അയാൾക്ക് ഡിപ്രഷൻ. പുറത്തേക്ക് ഇറങ്ങി ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോഴത്തേക്ക് അല്ലെ അത് അറിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അങ്ങനെ ഈ പറഞ്ഞ പോലെ വിഷമങ്ങൾ മാറി എന്തിനാണെങ്കിലും നല്ലൊരു മോട്ടിവേഷൻ രീതിയിലോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കാനുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. പിന്നെ നമുക്ക് ഇതോട്ട് ലൈഫിൽ ഓരോ സിറ്റുവേഷൻ വന്നിട്ട് പഠിക്കാൻ പറ്റും. ബിഹേവിയറിസ്റ്റിനൊക്കെ പോകത്തില്ല. അപ്പം പുള്ളിക്ക് എന്ന് പറയുമ്പോൾ സർവൈവൽ കൺസെപ്റ്റ് പോകുന്ന ടൈമിൽ ഇപ്പൊ എവിടെ പെട്ടുപോയി ഒരു കാര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തിരിച്ചു വരാൻ പഠിക്കാൻ പറ്റും. ട്രാവലിൽ മാത്രം പറ്റത്തുള്ളൂ. മറ്റേ ഷോയുടെ വരുന്നത് മാൻ വേഴ്സസ് വൈൽഡ്. ഇത് ഞാൻ പണ്ടത് ഭയങ്കരമായിട്ട് കാണുമായിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഉണ്ടല്ലോ അതില് അതിന്റെ മറ്റേ ബിഹൈൻഡ് ദ സീൻസ് ഓക്കെയാണ്. പക്ഷെ നമുക്ക് അതിന് കിട്ടുന്ന ഒരു ഞാൻ കണ്ടില്ലായിരുന്നു. ബിഹൈൻഡ് ദ സീൻസ് എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവര് ശരിക്കും സ്ക്രിപ്റ്റഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. കുറെ സേഫ്റ്റി വർക്കേഴ്സും അത് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് പക്ഷെ പറഞ്ഞോട്ട് നമുക്ക് അവർ കാണിച്ചു കുറച്ച് കാര്യങ്ങളുണ്ട്. സർവേ ചെയ്യാൻ കുറച്ച് കിട്ടിയ കാര്യമുണ്ട്. അത് ഇൻസ്പയർ ആയിട്ട് ഒരുപാട് പേര് പോകുന്നുണ്ട്. പോകുന്ന ഇഷ്ടം പോലെ പലതിനോടുള്ള പേടി മാറാൻ പല പേടികൾ മാറ്റാൻ അങ്ങനെ അവർക്ക് മുമ്പ് നമുക്കൊരു കാര്യത്തിൽ പെട്ടുപോയി. നമ്മൾ പറഞ്ഞു നമ്മളെല്ലാം യാത്ര ചെയ്യാം വേറെ ഏതെങ്കിലും ആവശ്യത്തിന് പോയ ശേഷം അവിടെ പോയി കഴിയുമ്പോൾ നമ്മളെ പെട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പുറത്തിറങ്ങാം അല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി സർവൈവ് ചെയ്യാം. ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണം. ശരിക്കും ഈ പറഞ്ഞ പോലെ ട്രാവലിംഗിന്റെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു തരുവാണെങ്കിൽ തന്നെ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. അവർക്ക് അതൊരു റവന്യൂ കൂടെ. പക്ഷെ അവരുടെ ഒരു പെർസ്പെക്റ്റീവില് റവന്യൂ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പല സ്ഥലങ്ങളിൽ പോയി പല കൾച്ചറൽ ഡിഫറൻസ് കണ്ട് പല പല എക്സ്പീരിയൻസ് അവർക്ക് കിട്ടി. നമ്മളോടും ഷെയർ ചെയ്യും. ശരിക്കും നമ്മൾ ഈ ലോകത്തിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിലൂടെ. ഇപ്പം നമുക്കിപ്പം ചുമ്മാ അമേരിക്ക പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവിടുത്തെ ഉള്ള കുറെ വ്ളോഗേഴ്സിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കുറെയൊക്കെ അവിടുത്തെ ആ ഒരു ചുറ്റുപാടിനെ പറ്റിയും അവിടെ നടക്കുന്നത് എന്താന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ തന്നെ റീസെന്റ് ആയിട്ട് ഷെയറിംഗ് വ്ളോഗ്സ് എന്ന് പറഞ്ഞ പുള്ളി ഇപ്പൊ അന്റാർട്ടിക്ക എക്സ്പെഡിഷൻ നടത്തുന്നുണ്ട്. അത് നമ്മളിതൊന്നും അല്ലാതെ വീഡിയോയിൽ പോലും ആരും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. മറ്റേ റെഡ് ഏരിയയിൽ ഒരിടത്ത് മാത്രമേ പുള്ളി പോകുന്നുള്ളൂ പറഞ്ഞായിരുന്നു. പുള്ളി ഇപ്പൊ വീഡിയോ ഇടുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളിയുടെ എക്സ്പ്ലനേഷനും എല്ലാം. അത് കാണാൻ തന്നെ നമുക്ക് ആഗ്രഹമാണ്. കുറച്ച് ആയി കഴിയുമ്പോൾ ഓരോ സ്ഥലത്ത് പോവുക, അവിടെ പറ്റി ഒരു ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. അവിടെ അങ്ങനെ അല്ലാതെ പറഞ്ഞു സോഷ്യൽ മീഡിയ അങ്ങനത്തെ പോകാനല്ല, ജസ്റ്റ് ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊരു കളക്ഷൻ രീതിയിൽ വെക്കുക. പല സ്ഥലത്ത് എന്റെ കൂട്ടുകാരുണ്ടോ അവനും ഇതോട്ട് സെയിം കൺസെപ്റ്റ് ഉള്ളത് അവൻ പലതും പോകുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ആ ഒരു കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം അത് പിന്നെ ഒരു മെമ്മറിയാണ്. ആ മെമ്മറി കിട്ടുന്നത് എല്ലാവരും എക്സ്പോസിയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. എനിക്കും ഉണ്ട് അതേപോലത്തെ. മീൻസ് കുറച്ച് ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, അതെല്ലാം ഇങ്ങനെ വോളിൽ ഇങ്ങനെ വെക്കുക, ഓരോരോ സ്ഥലത്ത് പോയിട്ടുള്ളത്. ശരിക്കും നല്ലൊരു ക്യാമറയും കൂടെ ഒക്കെ ഉള്ള കടയിലൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക്
ഇപ്പൊ അത് എല്ലാവർക്കും ഐഫോൺ ഉണ്ടല്ലോ, ഐഫോണിൽ തന്നെ നല്ല രീതിയിൽ ഫോട്ടോ S24 സൂം ചെയ്ത് അതെ. അതുകൊണ്ട് ചന്ദ്രന് വരെ പോവാ. അത് ശരിക്കും ഫേക്ക് അല്ലേ? അതെ. അപ്പൊ ഗായ്സ്, ഞങ്ങൾക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് പൈസ വരാനോ അല്ലെ അതിനുള്ള സാഹചര്യം വരാനോ നോക്കിയിരിക്കില്ല. പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോവുക. ജസ്റ്റ് ഇപ്പം എന്താ പറയുന്നത്, തുച്ഛമായിട്ടുള്ള കാശ് ഉണ്ടെങ്കിൽ പോലും ഇറങ്ങിത്തിരിക്കുക ആഗ്രഹം ഉണ്ടെങ്കിൽ. ഇതുപോലെ ഞങ്ങളിപ്പം പറഞ്ഞതെല്ലാം ഞങ്ങളുടെ ട്രാവൽ ചെയ്ത എക്സ്പീരിയൻസും ബാക്കി ഞങ്ങൾക്ക് അതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളും എല്ലാം. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകളെല്ലാം താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ യാത്രാ അനുഭവങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോ ഓക്കെ, അടുത്തുള്ള സ്ഥലങ്ങൾ മാക്സിമം ആദ്യമേ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക, അതെ. എന്നിട്ട് ദൂരെയുള്ളത് അത് പിടിക്കുക. ഭയങ്കരമുള്ള കാര്യം. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ആദ്യം എക്സ്പ്ലോർ ചിലപ്പോൾ ചെയ്യുക, നമ്മൾ എന്നിട്ട് മാത്രം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഗായ്സ്, ഓക്കെ, ബൈ. ബൈ.